ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ മാട്രിമോണി സെറ്റപ്പ് മീൻസ് കല്യാണം നടത്തിപ്പ് ബ്രോക്കർ പരിപാടി തുടങ്ങിയായിരുന്നു. നിങ്ങൾ അറിഞ്ഞായിരുന്നു? അറിഞ്ഞില്ലേ? ഞാനും അറിയില്ല, ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. സംഭവം വേറൊന്നുമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് ആദ്യത്തെ മെസ്സേജ്, എടാ തന്റെ വീഡിയോ കൊള്ളാം, നന്നായിട്ടുണ്ട്, കീപ് ഗോയിങ് എന്നൊക്കെ പറഞ്ഞ ഫസ്റ്റ് മെസ്സേജ്. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മെസ്സേജിന്റെ ട്രാക്ക് മാറി. ഞാൻ തന്നെ ചെയ്ത എന്റെ കുറച്ച് റീൽ എടുത്ത് എനിക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്യുന്നതാണ്, ഇവരുടെ എക്സ്പെക്ടേഷൻ ആണ് പ്രശ്നം, ഇവർക്ക് മര്യാദയ്ക്ക് ആമ്പിള്ളാരെ നോക്കാൻ അറിയെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ നോക്കണം എന്നാ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. പുള്ളി പറഞ്ഞ കാര്യം ഭയങ്കര സിമ്പിൾ ആണ്. പുള്ളിക്ക് ഇപ്പോൾ ഒരു 30-31 എങ്ങാണ്ട് ആയി ഏജ്. പുള്ളി കല്യാണം ആലോചിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 20-22 ഏജിലുള്ള കുട്ടികളാണ്. അപ്പൊ അവരാരും പുള്ളിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ അതിനെ വെച്ച് വീഡിയോ ചെയ്യണം. പുള്ളി 90s കിട്ടാണ്. പുള്ളിയുടെ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരെല്ലാം പെൺപിള്ളേരെല്ലാം കിട്ടിപ്പോയി. പിന്നെ പുള്ളിക്ക് ഇനിയിപ്പോ കല്യാണം കഴിക്കാൻ പുള്ളി നോക്കുന്നത് 2K കിഡ്സിനെയാണ്. 2K കിഡ്സ് ആരും പുള്ളി അങ്കിളാന്ന് പറഞ്ഞ് പുള്ളിയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. 2K പെൺകുട്ടികൾ ചേട്ടനെ ദയവായി അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വീഡിയോസ് ചെയ്യണം എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കല്യാണം എന്നൊക്കെ ഉള്ള ഒരാളുടെ ചോയ്സ് അല്ലേ. അപ്പൊ പുള്ളി പറഞ്ഞു, എന്റെ അച്ഛനും അമ്മയൊക്കെ തമ്മിൽ 10-12 വയസ്സിന് വ്യത്യാസമുണ്ട്, അവരൊക്കെ കുടുംബ കുട്ടികളായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇവളുമാർക്ക് എന്താ എന്നെ കിട്ടിയ കുഴപ്പം, അവരങ്ങനെ ചെയ്തു, അതുകൊണ്ട് നീ എന്നെ കല്യാണം കഴിക്കണം നമുക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ, നമുക്കെല്ലാം നമ്മുടേതായ ഒരു ചോയ്സ് ഉണ്ടല്ലോ. ഒരു എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളമാർ ചോയ്സ് നോക്കുന്നത്? ഈ 2 അല്ലെങ്കിൽ 3 വയസ്സിന് കൂടുതൽ പ്രായമുള്ളവർ കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാകുന്നൊക്കെ ചൂടാവാൻ തുടങ്ങി. അപ്പൊ ചേട്ടാ, ഇവൻ സംസാരിക്കുമ്പോൾ വൈബൊന്നും മാച്ച് ആയി കാണില്ല, അതുകൊണ്ടായിരിക്കും മേ ബി അവർ റിജക്ട് ചെയ്യുന്നത്. വൈബു അതിന്റെ സാധനം, വൈബ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ സംഭവം അല്ലെ? 2K കിഡ്സിന്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലേ? ഈ വൈബിന്റെ മീനിങ് എന്തുവാ പറഞ്ഞതാന്ന് പറഞ്ഞു. ചേട്ടാ, വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുക? അപ്പൊ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് വൈബ് ഉണ്ടോ ഇല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവന് സെയിം ഏജ് ആണെങ്കിലും ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവും. അല്ല, ഈ വൈബിന്റെ മീനിങ് എന്താ? അല്ല, നിങ്ങൾ 2K പിള്ളേരോട് സംസാരിച്ചില്ലേ നമുക്ക് നിങ്ങളുടെ ഈ ലാംഗ്വേജ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുട്ടിയോട് ചോദിക്കുക, എന്താ നിങ്ങൾ ഈ വൈബ് എന്നാണ് ഉദ്ദേശിച്ചത്? പിന്നെ പുള്ളിയുടെ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ചേട്ടാ ഈ ടോക്ക് എനിക്ക് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ട്, പറയുന്നതൊന്നും തോന്നരുത്, നമ്മൾ ഈ ടോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ ക്ലാഷ് ആയി അടിയാവും, സോ പ്ലീസ് ഈ ടോപ്പിക് ഇവിടെ നിർത്താം എന്ന് പറഞ്ഞു. അത് നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങൾ 2K പിള്ളേർ കഴിഞ്ഞാൽ ഞങ്ങൾ 90s എടുത്ത് പുച്ഛമുണ്ട്, അവർക്ക് സംസാരിക്കില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ഒരു ചേട്ടൻ എന്തിനു ചൂടായിട്ട് കാര്യമൊന്നുമില്ല. ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ഓക്കെ, പ്ലീസ് ഒരു കൗൺസിലിംഗ് എടുക്കും, ഒരു കൗൺസിലർ പോയി കാണും. ഞാൻ കൗൺസിലർ അല്ല, എനിക്ക് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതല്ല പണി. ഓക്കെ, ഞാൻ എന്റെ ഒപ്പീനിയൻസ് വീഡിയോ അടിച്ചു, ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കാണാതിരിക്കുക, അല്ലെങ്കിൽ എന്റെ ഒപ്പീനിയൻസ് നിങ്ങൾ കമന്റ് ചെയ്യുക, ഇവൻ ഇൻ പേഴ്സൺ മെസ്സേജ് ചെയ്യാനും കുഴപ്പമില്ല. പക്ഷെ ഇത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്ത് ഫേവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഹറാസ് ചെയ്യാനൊന്നും പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി ഷൗട്ട് ചെയ്യുന്നു, നിന്നെ പോലെ 2K പെമ്പിള്ളാരാണ് പ്രശ്നം, നിങ്ങൾക്ക് മറ്റേ ഏജ് പ്രശ്നമാണ്, സൗന്ദര്യം പ്രശ്നമാണ്, കാശ് പ്രശ്നമാണ്, നിനക്കൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്, ഞങ്ങൾ പാവം 90s ആമ്പിള്ളാരെ നിനക്ക് അറിയില്ല, ഞങ്ങളൊരു ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹം, ഒരു ജീവിതകാലം മുഴുവൻ കൊടുക്കാനുള്ള സ്നേഹം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചേക്കാണ്, ആ സ്നേഹമൊക്കെ പിന്നെ ഞാൻ ആർക്കും കൊണ്ട് കൊടുക്കും. ഞാനിങ്ങനെ ഓക്കെ, എനിക്കിതൊന്നും പറയാൻ ഉത്തരമില്ല. സീരിയസ്ലി, ഇത് ഒരാൾ മാത്രമല്ല, കുറച്ചധികം ആൾക്കാരുണ്ട്. എന്നെ വന്നിട്ട് കമന്റ് ബോക്സിൽ മെസ്സേജ് ബോക്സിലൊക്കെ, കൂലിപ്പണിക്കാരനാണ് നിങ്ങൾ കിട്ടൂ, ലുക്ക് ഇല്ലാത്തവരാണ് നിങ്ങൾ കിട്ടൂ, കുട്ടി എങ്ങനെ ഒരാളാണ് കല്യാണത്തിന് നോക്കുന്നത്? ഡൂഡ്, ഞാൻ ഇവിടെ കല്യാണ ബിസിനസ്സിലല്ല ഇരിക്കുന്നത്, പ്ലീസ്.